സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ കാലാനുസൃതമായ തലമുറ മാറ്റം വേണമെന്നും കാലഘട്ടത്തിനനുസരിച്ച് ശൈലീ മാറ്റത്തിന് വിധേയമാകണമെന്നും മാത്യു കുഴൽനാടൻ എം.എൽ.എ. വീണ വിജയനോട് യാതൊരു വ്യക്തിവൈരാഗ്യവും ഇല്ല എന്നും ഉന്നതർ നടത്തുന്ന അഴിമതിയുടെ തെളിവുകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള പിന്തുണയാണ് തനിക്ക് കിട്ടുന്നതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. അമൃത ടിവിയുടെ വാക്ക് മറുവാക്കിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന കോൺഗ്രസിനുള്ളിലെ ഐക്യവും കെട്ടുറപ്പും ഉയർത്തിക്കാട്ടാൻ സമരാഗ്നിയുമായി പര്യടനം നടത്തിയെങ്കിലും പാതി വഴിയിൽ തന്നെ നേതാക്കൾക്കിടയിലെ രോഷാഗ്നി കത്തിപ്പടരുന്നതാണ് കണ്ടത്. നേതാക്കൾക്കിടയിലെ ഭിന്നതയും സ്വരച്ചേർച്ചയില്ലായ്മയും പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനത്തിനിടയാക്കുമ്പോഴാണ് ശൈലി മാറ്റം വേണമെന്ന ആവശ്യം യുവനിരയിൽ നിന്ന് തന്നെ ശക്തമാകുന്നത്. കോൺഗ്രസിന്റെ അപ്രോച്ചിലും ശൈലിയിലും ഒക്കെ ഒരു ജനറേഷൻ ചേഞ്ച് വേണം. കാരണം ഇന്നത്തെ കാലഘട്ടം ഒരുപാട് മാറി, ഇന്നത്തെ സമൂഹം ഒരുപാട് മാറി, ഇന്നത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും ഒരുപാട് മാറി. അതനുസരിച്ച് കോൺഗ്രസ് അപ്ഡേറ്റ് ചെയ്യുകയും ഒരു കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകുകയും ചെയ്യേണ്ടത് എല്ലാ അർത്ഥത്തിലും അത് വേണം. വീണ വിജയനും എക്സാലോജിക്കിനുമെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും നിരന്തരം പോരാടുമ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തനിക്ക് വ്യക്തമായ പിൻബലം കിട്ടുന്നുണ്ടെന്ന് കുഴൽനാടൻ. എന്നാൽ ഉന്നത സ്ഥാനീയരുടെ അഴിമതി കഥകൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉയർത്തിക്കാട്ടുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് അതിലേറെ പിന്തുണയാണ് കിട്ടുന്നതെന്നും കുഴൽനാടൻ പറയുന്നു. ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിൻ്റെ വലിയൊരു പിന്തുണ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നത് സത്യമാണ്. ഞാൻ പോലും പ്രതീക്ഷിക്കുന്നതിനും എത്രയോ ഇരട്ടിയാണ് ഈ വിഷയത്തിൽ. അത് കാണിക്കുന്നത് മാത്യു കുഴൽനാടൻ എന്നുള്ള നേതാവിൻ്റെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ്റെ ജനപ്രതിനിധിയുടെ മഹത്വം കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മളെ ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി, ജനങ്ങൾ എന്തുമാത്രം, പൊതുസമൂഹം എന്തുമാത്രം അഴിമതിക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം ആഗ്രഹിക്കുന്നു എന്നതാണ് അത് കാണിക്കുന്നത്. സ്കൂളുകളിലും കലാലയങ്ങളിലും യുവതലമുറയെ ലഹരിയുടെ വ്യാപനം പിടിമുറുക്കുമ്പോൾ അതിനെതിരെ നിരന്തരം പോരാടാൻ ഭരണകൂടത്തിന് ആർജവമില്ല എന്നും മാത്യു കുഴൽനാടൻ കുറ്റപ്പെടുത്തുന്നു. കാലം എത്ര കഴിഞ്ഞിട്ടും ക്യാമ്പസുകളിലെ SFIയുടെ അക്രമ രാഷ്ട്രീയത്തിന് മാറ്റമില്ല എന്ന് ലോ കോളേജിൽ KSUക്കാരനായിരുന്ന തന്റെ അനുഭവം ചൂണ്ടിക്കാട്ടി കുഴൽനാടൻ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.